ഹലോ എവറി വൺ. സോ LSD മെയിൻസിന്റെ ഭാഗമായിട്ട് റൂറൽ ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞ പേപ്പറാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. ഇത് 6th ക്ലാസ് ആണ്. ഇതിന്റെ പ്രീവിയസ് ക്ലാസ്സിലൊക്കെ നമ്മൾ ഇതിന്റെ ഫോക്കസുകൾ, ഡയമെൻഷൻസ്, അതുപോലെ തന്നെ പല രീതിയിലുള്ള അപ്രോച്ചസ്, പിന്നെ ഗവൺമെന്റ് സ്വീകരിച്ച നടപടികൾ, നയങ്ങള്, അതുപോലെ ഒരു ഇൻഡിവിജ്വൽ വ്യക്തികൾ നടത്തിയ പ്രോഗ്രാംസ്, ഇംപ്ലിമെന്റ് ചെയ്ത പ്രോഗ്രാംസ് ഒക്കെ നമ്മൾ നോക്കി. ഇനി നമുക്ക് നോക്കാനുള്ളത് ഇതിന്റെ നെക്സ്റ്റ് ടോപ്പിക് ആണ്. ഇപ്പോ പ്രോഗ്രാംസ് ഒക്കെ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇനി അതിന് നോക്കാനുള്ളത് റൂറൽ ഡെവലപ്മെന്റ് ഇംപ്ലിമെന്റിംഗ് ഏജൻസീസ് ഏതൊക്കെയാണെന്നുള്ളതാണ്. അപ്പൊ ഈ റൂറൽ ഏരിയാസിലൊക്കെ ഡെവലപ്മെന്റ് പ്രോഗ്രാംസ് ഇംപ്ലിമെന്റ് ചെയ്യുന്ന ഏജൻസീസ് അല്ലെങ്കിൽ ആരാണ് അവിടെയൊക്കെ ഇംപ്ലിമെന്റ് ചെയ്യുന്നത് എന്നുള്ളതാണ്. മെയിൻ ഇംപ്ലിമെന്റിംഗ് അതോറിറ്റി എന്ന് പറയുന്നത് സെൻട്രൽ ഗവൺമെന്റും സ്റ്റേറ്റ് ഗവൺമെന്റ്സും ആണ്. നമ്മൾ നേരത്തെ നോക്കിയ പ്രോഗ്രാംസ് തന്നെ നമുക്ക് നോക്കിയാൽ മനസ്സിലാവും അധികം ഇംപ്ലിമെന്റ് ചെയ്തേക്കുന്നത് സെൻട്രൽ ഗവൺമെന്റ് ആണ്. അതുപോലെ സ്റ്റേറ്റ് ഗവൺമെന്റ്സ് ഉണ്ട്. ദെൻ സെൻട്രൽ ഗവൺമെന്റും സ്റ്റേറ്റ് ഗവൺമെന്റും ഉണ്ട്. ദെൻ ഗവൺമെന്റ് ഏജൻസീസ് ആയ DRDA, നബാർഡ്, VEOS, ബ്ലോക്സ്, പഞ്ചായത്തുകൾ, ഇതൊക്കെയാണ് ഗവൺമെന്റ് ഏജൻസീസ് എന്ന് പറയുന്നത്. അപ്പൊ ജനറലി മെയിൻ ഇംപ്ലിമെന്റിംഗ് അതോറിറ്റി എന്ന് പറയുന്നത് സെൻട്രൽ ഗവൺമെന്റും സ്റ്റേറ്റ് ഗവൺമെന്റും ആണ്. അതില് ഗവൺമെന്റ് ഏജൻസി എന്ന് പറയുന്നത് ഏതൊക്കെയാണ്? DRDA, നബാർഡ്, VEOS, ബ്ലോക്സ്, പഞ്ചായത്ത്, ഇതൊക്കെയാണ്. ഇനി ഇതിന്റെ പുറമെ, ഇതൊക്കെ ഗവൺമെന്റ് ഏജൻസിയാണ് നമ്മൾ പറഞ്ഞു. ഇതിന് പുറമെ NGOs, കോഓപ്പറേറ്റീവ് സൊസൈറ്റി പോലത്തെ വേറെ ഏജൻസീസും എന്ത് ചെയ്യുന്നുണ്ട്? പല പ്രോഗ്രാംസ് ഇംപ്ലിമെന്റ് ചെയ്യാൻ വേണ്ടി വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ മെയിൻ ആയിട്ട് ഗവൺമെന്റ് ഏജൻസീസ് ആയ DRDA, നബാർഡ്, VEOS, ബ്ലോക്സ്, പഞ്ചായത്ത് ഒക്കെയാണ് റൂറൽ ഡെവലപ്മെന്റ് ഇംപ്ലിമെന്റിംഗ് ഏജൻസി എന്ന് പറയുന്നത്. ഇനി ഇപ്പോ ഇങ്ങനെ റൂറൽ ഡെവലപ്മെന്റ് പ്രയോറിറ്റി എന്ത് ചെയ്തു? ഡിപ്പാർട്ട്മെന്റ് ഓഫ് റൂറൽ ഡെവലപ്മെന്റ് കോൺസ്റ്റിറ്റ്യൂട്ട് ആയി. ഡിപ്പാർട്ട്മെന്റ് ഓഫ് റൂറൽ ഡെവലപ്മെന്റ് ഉണ്ടായത് ഇതാണ് ഒക്ടോബർ 1974 ഡിപ്പാർട്ട്മെന്റ് ഓഫ് റൂറൽ ഡെവലപ്മെന്റ് കോൺസ്റ്റിറ്റ്യൂട്ട് ആയി. അത് എന്തിന്റെ പാർട്ടായിട്ടാണ്? മിനിസ്റ്റർ ഓഫ് ഫുഡ്, അഗ്രികൾച്ചർ, ഗവൺമെന്റ് ഓഫ് ഇന്ത്യ, ഇത്രയും പാർട്സ് ആയിട്ടാണ്, ഇത്രയും മിനിസ്റ്ററി ആയിട്ടാണ് എന്ത് ചെയ്തത്? ഡിപ്പാർട്ട്മെന്റ് ഓഫ് റൂറൽ ഡെവലപ്മെന്റ് ഒക്ടോബർ 1974 കോൺസ്റ്റിറ്റ്യൂട്ട് ആയത്. പ്രത്യേകിച്ച് ഒക്ടോബർ 1974 ഡിപ്പാർട്ട്മെന്റ് ഓഫ് റൂറൽ ഡെവലപ്മെന്റ് കോൺസ്റ്റിറ്റ്യൂട്ട് ആയത്. അത് കഴിഞ്ഞ് പിന്നീട് എന്ത് ചെയ്തു? കുറെ ചേഞ്ചസ് ഒക്കെ വന്നിട്ട് ഈ ഡിപ്പാർട്ട്മെന്റ് ആയിട്ട് എന്തായിട്ട് മാറി? മിനിസ്റ്ററി ഓഫ് റൂറൽ ഡെവലപ്മെന്റിനായിട്ട് മാറി. അതായത് ഈ ഡിപ്പാർട്ട്മെന്റ് ഓഫ് റൂറൽ ഡെവലപ്മെന്റ് ഒക്ടോബർ 1974 കോൺസ്റ്റിറ്റ്യൂട്ട് ആയത്. പിന്നെ ഈ ഡിപ്പാർട്ട്മെന്റിന് പല ചേഞ്ചസ് ഒക്കെ വന്നിട്ട് ഇതിന്റെ പ്രവർത്തനങ്ങളൊക്കെ എന്ത് ചെയ്തു? അധികരിപ്പിച്ചു. എന്താണ് പ്രവർത്തനങ്ങളൊക്കെ കൂട്ടി. അങ്ങനെ പിന്നെ അത് എന്ത് ചെയ്തു? റീനെയിം ചെയ്തതാണ് മിനിസ്റ്ററി ഓഫ് റൂറൽ ഡെവലപ്മെന്റ് എന്ന് റീനെയിം ചെയ്തു. അപ്പോൾ ഡിപ്പാർട്ട്മെന്റ് ഓഫ് റൂറൽ ഡെവലപ്മെന്റ് ആണ് മിനിസ്റ്ററി ഓഫ് റൂറൽ ഡെവലപ്മെന്റ് എന്ന് എന്ത് ചെയ്തത്? റീനെയിം ചെയ്തത്. ഓക്കെ. ഇനി ആ മിനിസ്റ്ററി ഓഫ് റൂറൽ ഡെവലപ്മെന്റിനെ പറ്റിയാണ് നമ്മൾ പഠിക്കുന്നത്. MORD, മിനിസ്റ്ററി ഓഫ് റൂറൽ ഡെവലപ്മെന്റ്. മിനിസ്റ്ററി ഓഫ് റൂറൽ ഡെവലപ്മെന്റ്, ഡിപ്പാർട്ട്മെന്റ് ഓഫ് റൂറൽ ഡെവലപ്മെന്റ് റീനെയിം ചെയ്തതാണ് മിനിസ്റ്ററി ഓഫ് റൂറൽ ഡെവലപ്മെന്റ്. മിനിസ്റ്ററി ഓഫ് റൂറൽ ഡെവലപ്മെന്റ് അത് MORD എന്നുള്ളത് അപ്പെക്സ് ബോഡിയാണ്. സെൻട്രൽ ഗവൺമെന്റ് ലെവലിലുള്ള അപ്പെക്സ് ബോഡിയാണ്. ഏറ്റവും വലിയ ബോഡിയാണ് മിനിസ്റ്ററി ഓഫ് റൂറൽ ഡെവലപ്മെന്റ് എന്നുള്ളത്. അപ്പോൾ ഈ ഓവറോൾ ഡെവലപ്മെന്റിന്റെ, കൺട്രിയുടെ ഓവറോൾ ഡെവലപ്മെന്റിന്റെ ഈ മിനിസ്റ്ററി ഓഫ് റൂറൽ ഡെവലപ്മെന്റ് എന്ത് ചെയ്യുന്നുണ്ട്? നല്ല സ്ഥാനം വഹിക്കുന്നുണ്ട്. ഈ മിനിസ്റ്റർ ഓഫ് റൂറൽ ഡെവലപ്മെന്റ് തന്നെയാണ് എല്ലാ പ്രോഗ്രാംസും ഇംപ്ലിമെന്റ് ചെയ്യുന്നതും അതിന് നേതൃത്വം കൊടുക്കുന്നതും. ചെയ്യുന്നത് പോളിസീസ് ആൻഡ് ഡിസൈൻ, ഇംപ്ലിമെന്റ് നമ്പർ ഓഫ് റൂറൽ ഡെവലപ്മെന്റ് പ്രോഗ്രാംസ്. ഡെവലപ്മെന്റ് പ്രോഗ്രാംസ് ഫോർമുലേറ്റ് ചെയ്യും, അത് ഡിസൈൻ ചെയ്യും, അത് ഇംപ്ലിമെന്റ് ചെയ്യും. അതാണ് ഈ മിനിസ്റ്റർ ചെയ്യുന്നത്. അപ്പോൾ ഇതിന്റെ വിഷൻ ആൻഡ് മിഷൻ എന്ന് പറഞ്ഞ വിഷൻ ആൻഡ് മിഷൻ ഓഫ് ദ മിനിസ്റ്ററി is sustainable and inclusive growth of rural India through a
multi-pronged strategy for eradication of poverty by increasing livelihood opportunities. അപ്പോൾ ഈ മിനിസ്റ്ററി ഓഫ് റൂറൽ ഡെവലപ്മെന്റ് മിഷനും മിഷൻ എന്ന് വെച്ചാൽ റൂറൽ ഇന്ത്യനെ എന്ത് ചെയ്യുക, ഗ്രോത്ത് ചെയ്യിപ്പിച്ചെടുക്കുക, ഡെവലപ്പ് ആക്കി എടുക്കുക, പോവർട്ടി ഇറാഡിക്കേറ്റ് ചെയ്യുക. പോവർട്ടി ഇറാഡിക്കേറ്റ് ചെയ്യണമെങ്കിൽ എന്ത് വേണം, ലൈവ്ലിഹുഡ് ഓപ്പർച്യൂണിറ്റീസ് ഇൻക്രീസ് ചെയ്ത് കൊടുക്കണം. അതുപോലെ തന്നെ സോഷ്യൽ സേഫ്റ്റി പ്രൊവൈഡ് ചെയ്യണം. പിന്നെ ഇൻഫ്രാസ്ട്രക്ചർ ഫോർ ഗ്രോത്തിന് വേണ്ടിയുള്ള ഇൻഫ്രാസ്ട്രക്ചർ ഒക്കെ ഇൻക്രീസ് ചെയ്യണം. അങ്ങനെ എന്ത് ചെയ്യുക, റൂറൽ ഇന്ത്യയെ ഡെവലപ്പ് ചെയ്തെടുക്കുക എന്നുള്ളതാണ് ഈ മിനിസ്റ്ററി ഓഫ് റൂറൽ ഡെവലപ്മെന്റ് മിഷനും മിഷനും. ഓക്കെ, ഇനി നോക്കാനുള്ളത് ഇതില് ഈ ഭാഗത്തുനിന്ന് മിനിസ്റ്ററി ഓഫ് റൂറൽ ഡെവലപ്മെന്റിന് 3 ഡിപ്പാർട്ട്മെന്റ്സ് ആണ് ഉള്ളത്. 3 ഡിപ്പാർട്ട്മെന്റ്സ് ആണ് മിനിസ്റ്ററി ഓഫ് റൂറൽ ഡെവലപ്മെന്റിന് ഉള്ളത്. ഒന്ന് ഡിപ്പാർട്ട്മെന്റ് ഓഫ് റൂറൽ ഡെവലപ്മെന്റ്, DRD, ഡിപ്പാർട്ട്മെന്റ് ഓഫ് റൂറൽ ഡെവലപ്മെന്റ്. അടുത്തത് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ലാൻഡ് റിസോഴ്സസ്, DOLR, ഡിപ്പാർട്ട്മെന്റ് ഓഫ് ലാൻഡ് റിസോഴ്സസ്, DOLR. അടുത്തത് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഡ്രിങ്കിങ് വാട്ടർ സപ്ലൈ. ഈ 3 ഡിപ്പാർട്ട്മെന്റ്സ് ആണ് മിനിസ്റ്ററി ഓഫ് റൂറൽ ഡിപ്പാർട്ട്മെന്റിന്റെ കീഴിൽ വരുന്ന 3 ഡിപ്പാർട്ട്മെന്റ്സ്. ഓക്കെ, ഇനി നമ്മളിപ്പോ പറഞ്ഞത് സെൻട്രൽ ഗവൺമെന്റിന്റെ പ്രോഗ്രാംസ് ഒക്കെയാണ്. ഇനി സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ റൂറൽ ഡെവലപ്മെന്റ് ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്. സെൻട്രൽ ഗവൺമെന്റ് ചെയ്യുന്നത്, സെൻട്രൽ ഗവൺമെന്റ് അല്ല, ഗവൺമെന്റ് ചെയ്യുന്നതാണ് DARD, നബാർഡ് ഒക്കെ പോലത്തുള്ളത്. ഇനി സ്റ്റേറ്റ് ഗവൺമെന്റ് ചെയ്യുന്നുണ്ട്. മിനിസ്റ്ററി ഓഫ് റൂറൽ ഡെവലപ്മെന്റ് സെൻട്രൽ ഗവൺമെന്റിന്റെ നമ്മൾ പറഞ്ഞല്ലോ. അപ്പോൾ മിനിസ്റ്ററി ഓഫ് റൂറൽ ഡെവലപ്മെന്റ് അല്ലാതെ എന്തുണ്ട്, എല്ലാ സ്റ്റേറ്റിനും സ്റ്റേറ്റ് റൂറൽ ഡെവലപ്മെന്റ് ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്. ഓരോ സ്റ്റേറ്റിനും സെപ്പറേറ്റ് ആയിട്ടുണ്ട്. അതായത് മിനിസ്റ്ററി ഓഫ് റൂറൽ ഡിപ്പാർട്ട്മെന്റിനോട് തന്നെ തുല്യമായ പ്രവർത്തനങ്ങൾ നടത്തുന്ന സ്റ്റേറ്റ് വൈസ് നടത്തുന്ന ഡിപ്പാർട്ട്മെന്റ് ആണ് സ്റ്റേറ്റ് റൂറൽ ഡെവലപ്മെന്റ് ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത്. അപ്പൊ എന്ത് ചെയ്യാൻ പറ്റും, ആ സ്റ്റേറ്റിന് അവരുടേതായ സ്വന്തമായിട്ട് പ്രോഗ്രാംസ് ഒക്കെ എന്ത് ചെയ്യാൻ പറ്റും, ഇംപ്ലിമെന്റ് ചെയ്യാനൊക്കെ പറ്റും. അതായത് അവരുടെ സ്റ്റേറ്റിന് ആവശ്യമുള്ള റൂറൽ ഡെവലപ്മെന്റ് പ്രോഗ്രാംസ് സിംഗിൾ ആയിട്ടോ അല്ലെങ്കിൽ ജോയിന്റ്ലി അല്ലെങ്കിൽ സിംഗിൾ ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, അവർക്ക് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ ലോഞ്ച് ചെയ്യാൻ പറ്റും. ഇനി ഈ SRD, സ്റ്റേറ്റ് റൂറൽ ഡെവലപ്മെന്റ് ഡിപ്പാർട്ട്മെന്റ് റോൾ എന്ത് ചെയ്തിട്ടുണ്ട്, റെസ്ട്രിക്ട് ചെയ്തിട്ടുണ്ട്. എന്തിനൊക്കെ, ഫോർമുലേഷൻ ഓഫ് പോളിസീസ് ആൻഡ് പ്രോഗ്രാംസ് റിലേറ്റിംഗ് ടു റൂറൽ ഡെവലപ്മെന്റ് ഓഫ് ദ സ്റ്റേറ്റ്, പ്രൊവൈഡിംഗ് ഫണ്ട്സ് ഫോർ പ്രോഗ്രാം. അതായത് പ്രോഗ്രാമിന് ഫണ്ട് അനുവദിക്കുക, മോണിറ്ററിംഗ് ആൻഡ് ഇവാലുവേഷൻ ഓഫ് പ്രോഗ്രാം ഒക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, അതൊന്നും SRDയുടെ കീഴിലല്ല വരുന്നത്. അവർക്കത് ആ റോളൊക്കെ അവർക്ക് എന്ത് ചെയ്തേക്കാണ്, റെസ്ട്രിക്ട് ചെയ്തേക്കാണ്. സ്റ്റേറ്റ് റൂറൽ ഡെവലപ്മെന്റ് ഡിപ്പാർട്ട്മെന്റിന് റെസ്ട്രിക്ട് ചെയ്തേക്കുന്ന മേഖലകളാണ് എന്ത്, formulation of policies and programs relating rural development of the state, അതുപോലെ പ്രൊവൈഡിംഗ് ഫണ്ട് ഫോർ പ്രോഗ്രാം മോണിറ്ററിംഗ് ആൻഡ് ഇവാലുവേഷൻ ഓഫ് ദ പ്രോഗ്രാംസ് ഒക്കെ ഇവർക്ക് റെസ്ട്രിക്ട് ചെയ്തേക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ബിസൈഡ് MRD, മിനിസ്റ്ററി ഓഫ് റൂറൽ ഡിപ്പാർട്ട്മെന്റിന് പുറമെ എന്തുണ്ട്, ഓരോ സ്റ്റേറ്റിനും സെപ്പറേറ്റ് എന്തുണ്ട്, ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്. അതാണ് സ്റ്റേറ്റ് റൂറൽ ഡെവലപ്മെന്റ് ഡിപ്പാർട്ട്മെന്റ്. ദെൻ അടുത്തതാണ് നമ്മൾ പറഞ്ഞു നബാർഡ്. ഗവൺമെന്റ് എന്ത് ചെയ്യും, ഒരു ഗവൺമെന്റിന്റെ ഒരു ഇംപ്ലിമെന്റിംഗ് ഏജൻസിയാണ് നബാർഡ് എന്ന് പറയുന്നത്. നബാർഡ് എന്ന് പറഞ്ഞാൽ എന്താണ്, നാഷണൽ ബാങ്ക് ഫോർ അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെന്റ്. നാഷണൽ ബാങ്ക് ഫോർ അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെന്റ് ആണ് നബാർഡ് എന്നുള്ളത്. അത് എക്സിസ്റ്റൻസ് ആയത്, അതായത് നിലവിൽ വന്നത് 1982 ജൂലൈ 12-നാണ്. ജൂലൈ 12-ന് 1982-ലാണ് നബാർഡ് അഥവാ നാഷണൽ ബാങ്ക് ഫോർ അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെന്റ് എക്സിസ്റ്റൻസ് ആയത്. ഓക്കെ, ഇനി അടുത്തത് നബാർഡ് വാസ് ഡെഡിക്കേറ്റഡ് ടു ദ സർവീസ് ഓഫ് ദ നേഷൻ ബൈ ദ ലേറ്റ് പ്രൈം മിനിസ്റ്റർ ശ്രീമതി ഇന്ദിരാഗാന്ധി. ഇന്ദിരാഗാന്ധിയാണ് എന്ത് ചെയ്തത്, ഈ പ്രോഗ്രാം ഡെഡിക്കേറ്റ് ചെയ്ത്, കൺട്രിക്ക് വേണ്ടി, നേഷന് വേണ്ടി എന്ത് ചെയ്തത്, ഈ സർവീസ് ഡെഡിക്കേറ്റ് ചെയ്തതാരാണ്, ശ്രീമതി ഇന്ദിരാഗാന്ധിയാണ്. ഇനി ഇതിൽ നോക്കാനുള്ള പോയിന്റ് എന്ന് പറഞ്ഞാൽ
ഈ നാഷണൽ ബാങ്ക് ഫോർ അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെന്റ്, അതായത് നെബാർഡ് എന്ന് പറഞ്ഞ എന്താണ്? അപ്പെക്സ് ഡെവലപ്മെന്റ് ബാങ്ക് ഇൻ ഇന്ത്യ ഹാവിംഗ് ഹെഡ് ക്വാർട്ടേഴ്സ് ബേസ്ഡ് ഇൻ മുംബൈ. മുംബൈയിൽ, അതായത് മഹാരാഷ്ട്ര മുംബൈയിൽ ഹെഡ് ക്വാർട്ടേഴ്സ് ഉള്ള അപ്പെക്സ് ഡെവലപ്മെന്റ് ബാങ്ക് ആണ് നെബാർഡ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ബ്രാഞ്ച്, അതിന്റെ ബ്രാഞ്ച് എവിടെയുണ്ട്? കൺട്രി ഓൾ ഓവർ അതിന്റെ ബ്രാഞ്ചും ഉണ്ട്. ഓക്കെ. പിന്നെ ഈ നെബാർഡിന്റെ മിഷൻ എന്ന് പറയുന്നത് പ്രൊമോട്ട് സസ്റ്റൈനബിൾ ആൻഡ് ഇക്വിറ്റബിൾ അഗ്രികൾച്ചർ ആൻഡ് റൂറൽ പ്രോസ്പെരിറ്റി ത്രൂ എഫക്റ്റീവ് ക്രെഡിറ്റ് സപ്പോർട്ട്, റിലേറ്റഡ് സർവീസ്, ഇൻസ്റ്റിറ്റ്യൂഷൻ ഡെവലപ്മെന്റ് ആൻഡ് അതർ ഇന്നോവേറ്റീവ് ഇനീഷ്യേറ്റീവ്സ്. അതായത് സാമ്പത്തികപരമായിട്ട് എന്ത് ചെയ്യുക? റൂറൽ ഏരിയയിലുള്ള ആളുകളെ സഹായിക്കുക. അതുവഴി അവർക്ക് എന്ത് ചെയ്യുക? പ്രോസ്പെരിറ്റി, റൂറൽ പ്രോസ്പെരിറ്റി കിട്ടും. ക്രെഡിറ്റ് സപ്പോർട്ട് കൊണ്ടും അതുപോലെ തന്നെ അതുമായിട്ട് ധനസഹായമായിട്ട് ബന്ധപ്പെട്ട് അവർക്ക് സമീപിക്കാവുന്ന ഒരു ബാങ്കാണ് നെബാർഡ് എന്നുള്ളത്. നെബാർഡ് അപ്പെക്സ് ഡെവലപ്മെന്റ് ബാങ്ക് ആണ്. ഇത് ഹെഡ് ക്വാർട്ടേഴ്സ് മുംബൈയിലാണ് വരുന്നത്. ഓക്കെ. അതിന്റെ മിഷൻ എന്ന് പറഞ്ഞാൽ പ്രൊമോട്ട് സസ്റ്റൈനബിൾ ആൻഡ് ഇക്വിറ്റബിൾ അഗ്രികൾച്ചർ ആൻഡ് റൂറൽ പ്രോസ്പെരിറ്റി ത്രൂ ഇഫക്റ്റീവ് ക്രെഡിറ്റ് സപ്പോർട്ട് ആൻഡ് റിലേറ്റഡ് സർവീസ് ആണ്. നെബാർഡ് എക്സിസ്റ്റൻസിൽ വന്നത് 12 ജൂലൈ 1982-ലാണ്. 12 ജൂലൈ. നമ്മൾ പറഞ്ഞു DRDA വേറൊരു ഇംപ്ലിമെന്റിംഗ് ഏജൻസിയാണ്. DRDAയുടെ എക്സ്റ്റൻഷൻ എന്ന് പറയുന്നത് ഡിസ്ട്രിക്ട് റൂറൽ ഡെവലപ്മെന്റ് ഏജൻസിയാണ്. DRDA. അത് കോൺസ്റ്റിറ്റ്യൂട്ട് ആയത് 1980-ലാണ്. അതെന്താണ്? ഒരു പ്രിൻസിപ്പൽ ഓർഗൻ ആയിട്ട് കോൺസ്റ്റിറ്റ്യൂട്ട് ആയതാണ് ഡിസ്ട്രിക്ട് ലെവലില്. ആന്റി പോവർട്ടി പ്രോഗ്രാംസിനൊക്കെ വിലയിരുത്താൻ വേണ്ടി അല്ലെങ്കിൽ അതിനെ ഇംപ്ലിമെന്റ് ചെയ്യാൻ വേണ്ടി ഡിസ്ട്രിക്ട് ലെവലില് ഇംപ്ലിമെന്റ് ആയ 1980-ൽ ഇംപ്ലിമെന്റ് ആയ പ്രോഗ്രാമല്ല ഏജൻസിയാണ് ഡിസ്ട്രിക്ട് റൂറൽ ഡെവലപ്മെന്റ് ഏജൻസി എന്നുള്ളത്. ഓക്കെ. ഇനി ദ റോൾ ഓഫ് DRDA. ഈ DRDAയുടെ റോൾ എന്താണെന്ന് വെച്ചാൽ effective implementation of anti-poverty programs, coordinating with other agencies like government and non-governmental, technical and financial for successful program implementation. ഈ DRDAയുടെ റോൾ എന്താണെന്ന് വെച്ചാൽ ആന്റി പോവർട്ടി പ്രോഗ്രാംസ് എന്ത് ചെയ്യുക? ഇംപ്ലിമെന്റ് ചെയ്യുക. അത് എഫക്റ്റീവായിട്ട് ഇംപ്ലിമെന്റ് ചെയ്യുക. അതായത് ഗവൺമെന്റ് ആയിട്ടും നോൺ ഗവൺമെന്റ് ആയിട്ടുള്ള ഏജൻസി ഒക്കെ ആയിട്ട് കോർഡിനേറ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യുക? ആന്റി പോവർട്ടി പ്രോഗ്രാംസ് എഫക്റ്റീവായിട്ട് ഇംപ്ലിമെന്റ് ചെയ്യുക. അതാണ് DRDA അഥവാ ഡിസ്ട്രിക്ട് റൂറൽ ഡെവലപ്മെന്റ് ഏജൻസിയുടെ റോൾ എന്ന് പറയുന്നത്. അപ്പൊ എന്ത് ചെയ്യും? ഈ ഏജൻസി ഒക്കെ എന്ത് ചെയ്യുന്ന വെച്ചാൽ റൂറൽ ഏരിയസിലുള്ള പുവർ പീപ്പിളിനെ ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്സിലേക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യും. അങ്ങനെ അവർക്ക് അതിന്റെ ബെനിഫിറ്റ് ഉണ്ടാവും. അതുപോലെ തന്നെ ഡെവലപ്മെന്റിൽ ഉള്ള ബെനിഫിറ്റും അവർക്ക് കിട്ടും. സോ DRDA ഒരു ഇംപ്ലിമെന്റിംഗ് ഏജൻസിയാണ്. അതിന്റെ എക്സ്റ്റൻഷൻ എന്ന് പറയുന്നത് ഡിസ്ട്രിക്ട് റൂറൽ ഡെവലപ്മെന്റ് ഏജൻസിയാണ്. 1980-ലാണത് എന്തായത്? കോൺസ്റ്റിറ്റ്യൂട്ട് ആയത്. ഡിസ്ട്രിക്ട് ലെവൽ ഏജൻസിയാണ്. എന്തിനാണ്? ഇംപ്ലിമെന്റേഷൻ ഓഫ് ഡിഫറെന്റ് ആന്റി പോവർട്ടി പ്രോഗ്രാംസ് ഓഫ് ദ മിനിസ്ട്രി ഓഫ് റൂറൽ ഡെവലപ്മെന്റ്. ആന്റി പോവർട്ടി പ്രോഗ്രാംസ്, പല ടൈപ്പ് ആന്റി പോവർട്ടി പ്രോഗ്രാംസ് ഇംപ്ലിമെന്റ് ചെയ്യാൻ വേണ്ടിയാണ്. പിന്നെ DRDAയുടെ റോൾ എന്ന് പറയുന്നത് ആന്റി പോവർട്ടി പ്രോഗ്രാംസ് എഫക്റ്റീവായിട്ട് ഇംപ്ലിമെന്റ് ചെയ്യുക എന്നുള്ളതാണ്. അത് ഗവൺമെന്റ് ഏജൻസി ആയിട്ടും നോൺ ഗവൺമെന്റ് ഏജൻസി ഒക്കെ ആയിട്ടും കോർഡിനേറ്റ് ചെയ്ത് ഇംപ്ലിമെന്റ് ചെയ്യുക എന്നുള്ളതാണ് DRDAയുടെ റോൾ എന്ന് പറയുന്നത്. ഓക്കെ. അടുത്തത് ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ്. ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്ന് പറഞ്ഞാൽ റൂറൽ ഡെവലപ്മെന്റ് പ്രോഗ്രാംസ് സക്സസ്ഫുള്ളി ഡിസൈൻ ചെയ്യാനും ഇംപ്ലിമെന്റ് ചെയ്യാനുള്ള സെന്ററുകളാണ്. അതിനെയാണ് ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്ന് പറയുന്നത്. അപ്പൊ ഇങ്ങനത്തെ ഇൻസ്റ്റിറ്റ്യൂഷൻസ് നാഷണൽ ലെവലും സ്റ്റേറ്റ് ലെവലും എന്ത് ചെയ്തിട്ടുണ്ട്? ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ നാഷണൽ ലെവലിലുള്ള ഒരു പ്രോഗ്രാം അല്ല, ഒരു ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് റൂറൽ ഡെവലപ്മെന്റും. സ്റ്റേറ്റ് ലെവലിലുള്ള ഒരു പ്രോഗ്രാം അല്ല, സ്റ്റേറ്റ് ലെവലിലുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ് സ്റ്റേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് റൂറൽ ഡെവലപ്മെന്റ് SIRD. നാഷണൽ ലെവലും സ്റ്റേറ്റ് ലെവലും എന്തുണ്ട്? ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ നാഷണൽ ലെവലുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് റൂറൽ ഡെവലപ്മെന്റും. അതുപോലെ സ്റ്റേറ്റിലുള്ളതാണ് സ്റ്റേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് റൂറൽ ഡെവലപ്മെന്റും. ഓക്കെ. അപ്പൊ ഇങ്ങനത്തെ സക്സസ്ഫുൾ ഡിസൈൻസ്, റൂറൽ ഡെവലപ്മെന്റ് പ്രോഗ്രാംസിനുള്ള സക്സസ്ഫുൾ ഡിസൈൻസ് എന്ത് ചെയ്യുക? റിസർച്ച് ചെയ്യുക. അത് ഇംപ്ലിമെന്റ് ചെയ്യാൻ വേണ്ടി പല ഇൻസ്റ്റിറ്റ്യൂഷൻസും ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂഷൻസും
പല ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂഷൻസും ക്രിയേറ്റ് ആയിട്ടുണ്ട്. അത് നാഷണൽ ലെവൽ ഉള്ളതാണ് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് റൂറൽ ഡെവലപ്മെന്റ്, അതുപോലെ സ്റ്റേറ്റ് ലെവലിലുള്ളതാണ് സ്റ്റേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് റൂറൽ ഡെവലപ്മെന്റ്. അടുത്തത് NGO, റോൾ ഓഫ് NGO in rural development. NGO മീൻസ് നോൺ ഗവൺമെന്റ് ഓർഗനൈസേഷൻ ആണ് NGO എന്ന് പറയുന്നത്. NGO എന്ന് പറഞ്ഞാൽ എന്താണ്? NGO എന്ന് പറഞ്ഞാൽ NGO മീൻസ് എനി നോൺ പ്രോഫിറ്റബിൾ വോളണ്ടറി സിറ്റിസൺസ് ഗ്രൂപ്പ്. അതായത് ആളുകൾ തന്നെയുള്ള ഗവൺമെന്റുമായിട്ട് ബന്ധമുള്ള ഗ്രൂപ്പ് അല്ല, നോൺ ഗവൺമെന്റ് ഓർഗനൈസേഷൻസ് ആണ് NGO എന്ന് പറയുന്നത്. അപ്പോൾ നോൺ പ്രോഫിറ്റബിൾ ആയിട്ടുള്ള വോളണ്ടറി സിറ്റിസൺസ് ഗ്രൂപ്പ് ആണ് NGO എന്ന് പറയുന്നത്. പ്രോഫിറ്റബിൾ അല്ലാത്ത സിറ്റിസൺസിന്റെ ഗ്രൂപ്പ്, അതാണ് NGO എന്ന് പറയുന്നത്. അത് ലോക്കലും നാഷണൽ ഇന്റർനാഷണൽ ലെവലിലൊക്കെ ഓർഗനൈസ് ചെയ്യാൻ പറ്റുന്ന ഗ്രൂപ്പുകളാണ് NGO എന്ന് പറയുന്നത്. NGO മീൻസ് NGO മീൻസ് നോൺ ഗവൺമെന്റൽ ഓർഗനൈസേഷൻസ്, ഗവൺമെന്റൽ ഓർഗനൈസേഷൻസ് അല്ലാത്തത്. അപ്പൊ NGO നമ്മൾ പറഞ്ഞു ഗവൺമെന്റ് ഓർഗനൈസേഷൻ ആണ്, നോൺ പ്രോഫിറ്റബിൾ ആയിട്ടുള്ള വോളണ്ടറി സിറ്റിസൺസ് ആണ് അത് ഓർഗനൈസ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. അപ്പോ ഈ ഓർഗനൈസേഷൻ എങ്ങനെ ഉണ്ടാവുന്നതെന്ന് വെച്ചാൽ ചില ഓർഗനൈസേഷൻസ് സ്പെസിഫിക് ഇഷ്യൂസുമായിട്ട് റിലേറ്റ് ആയിട്ടായിരിക്കും ഉണ്ടാവുന്നത്, ആൻഡ് ചിലത് അല്ലാതെ ഉണ്ടാവും. ഹ്യൂമൻ റൈറ്റ്സ് പോലത്തെ സ്പെഷ്യൽ ഇഷ്യൂസ് അല്ലെങ്കിൽ എൻവയോൺമെന്റ് ഓർ ഹെൽത്തുമായിട്ട് ബന്ധപ്പെട്ട സ്പെസിഫിക് ഇഷ്യൂസിന് വേണ്ടി ചില ഗ്രൂപ്പുകൾ ഉണ്ടാവും. അതുപോലെ അങ്ങനെ ഇങ്ങനത്തെ പ്രോഗ്രാംസ് അല്ലെങ്കിൽ ഇങ്ങനത്തെ പ്രശ്നങ്ങൾ അവർ അനലൈസ് ചെയ്യും, എക്സ്പെർട്ടൈസ് ചെയ്യും, അതുപോലെ തന്നെ അതിന് വേണ്ട കാര്യങ്ങൾ ചെയ്യും. അതായത് ഗവൺമെന്റിൽ നിന്നുള്ള ഒരു ഏജൻസി അല്ല, നോൺ ഗവൺമെന്റൽ ഏജൻസി ആണ്. സോ അവരുടെ ആ രീതിയും അവരുടെ കാര്യങ്ങൾ നടത്തും. അതായത് റൂറൽ ഡെവലപ്മെന്റിനും അതുപോലെ തന്നെ അങ്ങനത്തെ ഉള്ള ആക്ടിവിറ്റീസിനൊക്കെ വേണ്ടി അവരെന്ത് ചെയ്യും, ഹെൽപ്പ് ചെയ്യും. ഇനി ഇവിടെ പറയുന്നത് നമ്മുടെ ഇന്ത്യയുടെ കാര്യം നോക്കുകയാണെങ്കിൽ ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഡെവലപ്മെന്റ് സ്കോപ്പ് എന്ന് പറഞ്ഞാൽ നല്ല വൈഡാണ്. ആ വൈഡാണെന്ന് പറയാൻ കാരണം അതിൽ എന്ത് മാത്രമല്ല, എക്കണോമിക് ഡെവലപ്മെന്റ് മാത്രമല്ല, സോഷ്യൽ ഫ്രണ്ട്, ക്വാളിറ്റി ഓഫ് ലൈഫ്, എംപവർമെന്റ്, വുമൻ ആൻഡ് ചൈൽഡ് ഡെവലപ്മെന്റ്, എഡ്യൂക്കേഷൻ, അവയർനെസ് ഓഫ് സിറ്റിസൺസ് ഒക്കെ എന്ത് ചെയ്യും, ഈ ഇക്കണോമിക് ഡെവലപ്മെന്റിന്റെ കൂടെ ഇൻക്ലൂഡ് ആവുന്നുണ്ട്. അപ്പൊ ഇന്ത്യയിൽ ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞാൽ ഇമ്പോസിബിൾ ആയിട്ടുള്ള ഒരു കാര്യമല്ല. അപ്പൊ നമ്മൾ പറഞ്ഞ റൂറൽ ഡെവലപ്മെന്റിന് വേണ്ടിയാണ് ഇത്രയും പ്രോഗ്രാംസ് ഒക്കെ ഇംപ്ലിമെന്റ് ചെയ്തതെന്ന് പറഞ്ഞു. ഇതെന്തെല്ലാവർക്കും നടക്കാത്ത കാര്യമല്ല. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഡെവലപ്മെന്റ് ഒരു വൈഡ് ഏരിയ ആയിട്ട് അച്ചീവ് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. ഓക്കെ, പിന്നെ ഇവിടെ പറയുന്നത് ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒരു സിമ്പിൾ ടാസ്ക് അല്ല, അതൊരു ഹ്യൂജ് ആൻഡ് കോംപ്ലിക്കേറ്റഡ് ടാസ്ക് ആണ്. അപ്പോൾ ഗവൺമെന്റിന്റെ പ്ലാൻസ് മാത്രം സഫീഷ്യന്റ് ആവില്ല ആ റൂറൽ ഡെവലപ്മെന്റ് അച്ചീവ് ചെയ്യാൻ വേണ്ടി. അങ്ങനെയുള്ള സമയത്താണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ഏജൻസീസ് ആയ NGOs ഒക്കെ അതിൽ ഇൻവോൾവ് ആവുന്നത്. ഓക്കെ, അപ്പൊ ഈ ഗവൺമെന്റും NGO മീൻസ് നോൺ ഗവൺമെന്റ് ഓർഗനൈസേഷനും എല്ലാം കൂടി ചേർന്ന് കഴിയുമ്പോൾ എന്ത് ചെയ്യും, നമുക്ക് നല്ലൊരു സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് അച്ചീവ് ചെയ്യാൻ പറ്റും എന്നാണ് പറയുന്നത്. Then NGOs or non-governmental organizations have more benefit working in rural areas compared to governmental organizations because NGOs are more flexible. ഇപ്പോൾ ഗവൺമെന്റ് ഓർഗനൈസേഷൻസ് ആണെങ്കിൽ ഒരു ഏരിയയിൽ പ്രവർത്തിക്കുന്നതിന് അവർക്ക് എന്തുണ്ടാവും, റൂൾസ് ഉണ്ടാവും, റെഗുലേഷൻസ് ഉണ്ടാവും, അതുപോലെ തന്നെ കുറെ ലിമിറ്റേഷൻസ് ഉണ്ടാവും. പക്ഷെ അങ്ങനത്തെ ഒരു ഗവൺമെന്റൽ ഓർഗനൈസേഷൻസ് വെച്ച് നോക്കുമ്പോൾ NGOs കുറച്ചുകൂടി ഫ്ലെക്സിബിൾ ആണ്. അവർക്ക് കുറച്ചുകൂടി എന്ത് ചെയ്യാൻ പറ്റും, ഫ്ലെക്സിബിൾ ആയിട്ട് കാര്യങ്ങൾ ചെയ്യാനും അതുപോലെ തന്നെ ഇംപ്ലിമെന്റ് ചെയ്യാനും സാധിക്കും. ഇപ്പൊ ഒരു സ്പെസിഫിക് ലൊക്കാലിറ്റിയില് അല്ല, ഒരു പെർട്ടിക്കുലർ ലൊക്കാലിറ്റിയിലേക്ക് സ്പെസിഫൈഡ് ആണെങ്കിലും അവരെന്ത് ചെയ്യും, അവര് പബ്ലിക്ലി ആണ് എന്ത് ചെയ്യുള്ളൂ, എല്ലാ കാര്യങ്ങളും ചെയ്യുള്ളൂ. ഒരു ഏരിയയിലെ ആളുകളാണ് ഓർഗനൈസ് ഉണ്ടാക്കിയേക്കണമെങ്കിൽ പോലും വേറൊരു ഏരിയയിൽ അവർ
എന്ത് ചെയ്യും, ഈ NGOs അല്ലെങ്കിൽ നോൺ ഗവൺമെന്റ് ഓർഗനൈസേഷൻസ് ഒക്കെ എന്ത് ചെയ്യും, അങ്ങോട്ട് അവിടെ വേണ്ട കാര്യങ്ങളും ചെയ്തു കൊടുക്കും എന്നാണ് പറയുന്നത്. അപ്പൊ ഒരു ഏരിയയിൽ മാത്രമല്ല ഇവരുടെ സർവീസ് ചെയ്യുന്നത്, പക്ഷെ എന്ത് ചെയ്യും, എല്ലാ സ്ഥലത്തേക്കും ചെയ്യും. ഓക്കെ, ഇനി അടുത്തതാണ് ഖാദി ആൻഡ് വില്ലേജ് ഇൻഡസ്ട്രീസ് കമ്മീഷൻ. ഖാദി ആൻഡ് വില്ലേജ് ഇൻഡസ്ട്രീസ് കമ്മീഷൻ ഇതെന്തിനാണ്? പ്രൊമോട്ടിംഗ് ആൻഡ് ഡെവലപ്പിംഗ് ഖാദി ആൻഡ് വില്ലേജ് ഇൻഡസ്ട്രീസ്. ഖാദി അതുപോലെ തന്നെ വില്ലേജ് ഇൻഡസ്ട്രീസ് ഒക്കെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി ലോഞ്ച് ആയ പ്രോഗ്രാമാണ് ഖാദി ആൻഡ് വില്ലേജ് ഇൻഡസ്ട്രീസ് കമ്മീഷൻ. അത് ക്രിയേറ്റ് ആയത് എങ്ങനെയാണ്? ആക്ട് ഓഫ് പാർലമെന്റ് പ്രകാരം, ആക്ട് ഓഫ് പാർലമെന്റ് നമ്പർ 61 ഓഫ് 1956 ആൻഡ് as amended by ആക്ട് നമ്പർ 12 ഓഫ് 1987. 1987 ആക്ടിന്റെ അമെന്റ്മെന്റ് പ്രകാരവും 1956 നമ്പർ 61 ആക്ട് ഓഫ് പാർലമെന്റ് പ്രകാരവുമാണ് എന്ത് ചെയ്തിരിക്കുന്നത്? ഖാദി ആൻഡ് വില്ലേജ് ഇൻഡസ്ട്രീസ് കമ്മീഷൻ എസ്റ്റാബ്ലിഷ് ആയിരിക്കുന്നത്. ഇത് എസ്റ്റാബ്ലിഷ് ആയിരിക്കണ ഇയർ എന്ന് പറയുന്നത് ഏപ്രിൽ 1957 ആണ്. അത് ഡെവലപ്പ് ആയതെന്ന് വെച്ചാൽ പ്രൊമോട്ടിംഗ് ആൻഡ് ഡെവലപ്പിംഗ് ഖാദി ആൻഡ് വില്ലേജ് ഇൻഡസ്ട്രീസ്. ഖാദി അതുപോലെ വില്ലേജ് ഇൻഡസ്ട്രീസ് പ്രൊമോട്ട് ചെയ്യാനും ഡെവലപ്പ് ചെയ്യാനും വേണ്ടിയാണ് 1957 ഏപ്രിലില് ഖാദി ആൻഡ് വില്ലേജ് ഇൻഡസ്ട്രീസ് കമ്മീഷൻ എസ്റ്റാബ്ലിഷ് ആയത്. ഓക്കെ, ഇനി ഈ ഖാദി ആൻഡ് വില്ലേജ് ഇൻഡസ്ട്രീസ് കമ്മീഷൻ എന്ന് പറഞ്ഞാൽ entrusted the planning, promotion, organization and implementation of programs for the development of khadi and village industries in rural area. റൂറൽ ഏരിയയില് ഖാദിയുടെ വില്ലേജ് ഇൻഡസ്ട്രീസിന്റെയും ഓർഗനൈസേഷനും പ്രൊമോഷനും പ്ലാനിങ്ങും ഒക്കെ ഇവരുടെ കീഴിലാണ് വരുന്നത്. ഖാദി ആൻഡ് വില്ലേജ് ഇൻഡസ്ട്രീസ് കമ്മീഷന്റെ കീഴിലാണ് പ്ലാനിങ്ങും പ്രൊമോഷനും ഓർഗനൈസേഷനും അതുപോലെ തന്നെ ഇംപ്ലിമെന്റേഷൻ ഓഫ് പ്രോഗ്രാംസ് ഒക്കെ ഈ ഖാദി ആൻഡ് വില്ലേജ് ഇൻഡസ്ട്രീസ് ഇൻ റൂറൽ ഏരിയാസിൽ ഖാദി ആൻഡ് വില്ലേജ് ഇൻഡസ്ട്രീസ് കമ്മീഷന്റെ കീഴിലാണ് വരുന്നത്. ഓക്കെ, then up to 1987, 1988 വരെ എന്തായിരുന്നു? KVIC ഖാദി ആൻഡ് വില്ലേജ് ഇൻഡസ്ട്രീസ് കമ്മീഷൻ 26 വില്ലേജ് ഇൻഡസ്ട്രീസ് ആയിട്ട് ഇൻട്രസ്റ്റ് ആയിരുന്നു. 26 വില്ലേജ് ആയിട്ട് ഇൻട്രസ്റ്റ് ആയിരുന്നു. ദെൻ KVIC ഖാദി ആൻഡ് വില്ലേജ് ഇൻഡസ്ട്രി കമ്മീഷന്റെ അമെന്റ്മെന്റ് ആക്ട് പ്രകാരം 1987 അമെന്റ്മെന്റ് ആക്ട് പ്രകാരം എന്ത് ചെയ്തു? ഈ വില്ലേജ് ഇൻഡസ്ട്രീസിന്റെ ഡെഫിനിഷൻ ചേഞ്ച് ആയി. പക്ഷെ ഖാദിയുടെ ഡെഫിനിഷൻ ചേഞ്ച് ആവാണ്ട് എന്ത് ചെയ്തു? വില്ലേജ് ഇൻഡസ്ട്രീസിന്റെ ഡെഫിനിഷൻ ചേഞ്ച് ആയെന്നാണ് പറയുന്നത്. 1987-88 വരെ 26 വില്ലേജ് ഇൻഡസ്ട്രി ആയിരുന്നു ഈ ഖാദി ആൻഡ് വില്ലേജ് ഇൻഡസ്ട്രി കമ്മീഷൻ ഇൻട്രസ്റ്റ് ആയിരുന്നത്. പിന്നീട് അത് എന്ത് ചെയ്തു? വില്ലേജ് ഇൻഡസ്ട്രി ഓൾട്ടർ ആയി, പക്ഷെ ഖാദി ഇൻഡസ്ട്രി എന്ത് ചെയ്തില്ല? ഓൾട്ടർ ആയില്ല എന്നാണ് പറയുന്നത്. അടുത്തതാണ് കുടുംബശ്രീ. നമുക്ക് അറിയുന്ന കാര്യമായിരിക്കും കുടുംബശ്രീ. കുടുംബശ്രീ എന്ന് പറഞ്ഞ ഒരു കേരള ഇനീഷ്യേറ്റീവ് ആണ്. അതായത് നമ്മൾ പറഞ്ഞു സ്റ്റേറ്റിന് എന്ത് ചെയ്യാൻ പറ്റും? റൂറൽ ഡെവലപ്മെന്റ് പ്രോഗ്രാംസ് ഇംപ്ലിമെന്റ് ചെയ്യാൻ നമ്മൾ പഠിച്ചില്ലേ? സോ അതിന്റെ ഭാഗമായിട്ട് കേരള സ്റ്റേറ്റ് ഇനീഷ്യേറ്റീവ് എടുത്തതാണ് കുടുംബശ്രീ എന്ന് പറയുന്നത്. കുടുംബശ്രീ ലോഞ്ച് ചെയ്തത് ഗവൺമെന്റ് ഓഫ് കേരളയാണ്. 1998 കുടുംബശ്രീ ലോഞ്ച് ആയത്. കുടുംബശ്രീ ലോഞ്ച് ആയെന്ന് പറഞ്ഞാൽ വൈപ്പിംഗ് ഔട്ട് ആബ്സലൂട്ട് പോവർട്ടി ഫ്രം ദ സ്റ്റേറ്റ് ത്രൂ കൺസർട്ടഡ് കമ്മ്യൂണിറ്റി ആക്ഷൻ അണ്ടർ ലീഡർഷിപ്പ് ഓഫ് ലോക്കൽ സെൽഫ് ഗവൺമെന്റ്. ലോക്കൽ സെൽഫ് ഗവൺമെന്റിന്റെ കീഴില് കംപ്ലീറ്റ് ആബ്സലൂട്ട് പോവർട്ടി വൈപ്പ് ഔട്ട് ചെയ്യാൻ വേണ്ടിയാണ് 1998 ഗവൺമെന്റ് ഓഫ് കേരള കുടുംബശ്രീ ലോഞ്ച് ചെയ്തത്. 1998 ഗവൺമെന്റ് ഓഫ് കേരള കുടുംബശ്രീ ലോഞ്ച് ചെയ്തത്. അപ്പോ ഇന്ന് ഉള്ളതില് വുമൻ എംപവറിംഗ് പ്രൊജക്റ്റിലെ ഏറ്റവും ലാർജസ്റ്റ് ആണ് കുടുംബശ്രീ തന്നെയാണ്. അതിലിപ്പോ ഏകദേശം 41 lakh മെമ്പേഴ്സ് ആണ് കുടുംബശ്രീയിൽ ഉള്ളത്. അതുപോലെ തന്നെ 50% ഹൗസ് ഹോൾഡും എന്ത് ചെയ്യുന്നുണ്ട്? അത് കവർ ചെയ്യുന്നുണ്ട്. അപ്പോ ഈ കുടുംബശ്രീ എന്ന് പറഞ്ഞാൽ
ലെസ് പ്രിവിലേജ്ഡ് ആയിട്ടുള്ള വുമൻസിന്റെ നീഡ്സ്, അതായത് എന്താണ് താഴ്ന്ന ഇതിലുള്ള പ്രിവിലേജ് കുറഞ്ഞ വുമൻസിന്റെ നീഡ്സ്, ബേസിക് നീഡ്സ് ഒക്കെ അഡ്രസ് ചെയ്യുന്നതിൽ അല്ലെങ്കിൽ അത് ചൂണ്ടിക്കാണിക്കുന്നതിൽ കുടുംബശ്രീ വലിയൊരു പങ്ക് വഹിച്ചിട്ടുണ്ട്. അതുപോലെ അങ്ങനെ ചൂണ്ടിക്കാണിച്ചിട്ട് അവർക്കൊരു കുറച്ചും കൂടി നല്ല ഡിഗ്നിഫൈഡ് ലൈഫും ബെറ്റർ ഫ്യൂച്ചറും ഒക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അത് 3 ക്രിട്ടിക്കൽ കമ്പോണൻസ്, മൈക്രോ ക്രെഡിറ്റ്, എന്റർപ്രണർഷിപ്പ്, എംപവർമെന്റ്, ഈ 3 ക്രിട്ടിക്കൽ കമ്പോണൻസ് വെച്ചിട്ടാണ് 3 ക്രിട്ടിക്കൽ കമ്പോണൻസ് വെച്ചിട്ടാണ് ബെറ്റർ ഫ്യൂച്ചർ ഒക്കെ അവർക്ക് അഷ്യൂർ ചെയ്യുന്നത്. അത് മൈക്രോ ക്രെഡിറ്റ്, എന്റർപ്രണർഷിപ്പ്, അതുപോലെ തന്നെ എംപവർമെന്റ്. ഇപ്പൊ കുടുംബശ്രീയുടെ കീഴിൽ എന്ത് ചെയ്യുന്നുണ്ട്, ലോണുകൾ കൊടുക്കുക, അതുപോലെ തന്നെ അവർക്ക് സ്വയം തൊഴിൽ പരിശീലനങ്ങൾ നൽകുക, അങ്ങനെ അവർ എംപവർ ചെയ്യുക, അതൊക്കെയാണ് അതിന്റെ കീഴിൽ നടക്കുന്നത്. അതിന്റെ ലിറ്ററൽ മീനിങ് എന്ന് പറഞ്ഞാൽ ശ്രീ പ്രോസ്പെറിറ്റി എന്നുള്ളതും ഫാമിലി എന്ന് പറഞ്ഞാൽ കുടുംബം മീൻസ് ഫാമിലി, ആൻഡ് ശ്രീ എന്നുള്ളത് പ്രോസ്പെറിറ്റി എന്നുള്ളതാണ്. അപ്പോൾ പ്രോസ്പെറിറ്റി ഓഫ് ഫാമിലിയാണ് കുടുംബശ്രീ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ത്രൂ വുമൻ, അതാണ് കുടുംബശ്രീ. ഇനി കുടുംബശ്രീ എന്ന് പറഞ്ഞ ഒരു ജോയിന്റ് പ്രോഗ്രാം ആണ്. ഗവൺമെന്റ് ഓഫ് കേരളയുടെയും അതുപോലെ നബാർഡിന്റെയും ഒരു ജോയിന്റ് പ്രോഗ്രാമാണ് കുടുംബശ്രീ എന്നുള്ളത്. കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് സൊസൈറ്റി CDS, കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് സൊസൈറ്റി ആയ CDS മുഖേനയാണ് ഈ കുടുംബശ്രീയുടെ ഓരോ പ്രവർത്തനങ്ങളും നടക്കുന്നത്. പുവർ വുമൻസിന് വേണ്ടിയുള്ളതാണ് കുടുംബശ്രീ എന്നുള്ളത്. കുടുംബശ്രീ എന്നുള്ളതല്ല, കുടുംബശ്രീയിൽ വരുന്ന ഓരോ പ്രോഗ്രാംസും അല്ലെങ്കിൽ ഓരോ കാര്യങ്ങളും അവരെ എംപവർ ചെയ്യാൻ വേണ്ടിയുള്ളതാണ്. പിന്നെന്താണ്, കുടുംബശ്രീ സ്റ്റേറ്റ് പോവർട്ടി ഇറാഡിക്കേഷൻ മിഷനിൽ എന്ത് ചെയ്തിട്ടുണ്ട്, രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് എന്നാണ് പറയുന്നത്. സ്റ്റേറ്റ് പോവർട്ടി ഇറാഡിക്കേഷൻ മിഷൻ SPEM-ല് കുടുംബശ്രീ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. Then ഇതിനൊരു എന്തുണ്ട്, ഒരു ബോഡി ഉണ്ട്, ഒരു ഗവേണിംഗ് ബോഡി ഉണ്ട്. അതിന്റെ അതോറിറ്റീസ് എന്ന് പറയുന്നത് ലോക്കൽ ഗവൺമെന്റിലെ ആളുകളായിരിക്കും. ഇതിന്റെ ഗവേണിംഗ് ബോഡി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ സ്റ്റേറ്റ് മിഷൻ ഫീൽഡ് ഓഫീസർ ഉണ്ടാവും. ഓരോ ഡിസ്ട്രിക്റ്റിലും സ്റ്റേറ്റ് മിഷൻ ഫീൽഡ് ഓഫീസർ ഉണ്ടാകും. അപ്പോൾ ഈ ഒഫീഷ്യൽ സ്ട്രക്ചർ ആണ് എന്ത് ചെയ്യുന്നത്, ഈ കുടുംബശ്രീയുടെ പ്രോഗ്രാംസ് ഒക്കെ കോർഡിനേറ്റ് ചെയ്യുന്നതും അതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്യുന്നതും. ഓക്കെ, ദെൻ ഈ കുടുംബശ്രീ എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യും, വാർഡ് ലെവൽ ഏരിയ ഡെവലപ്മെന്റ്, വാർഡ് ലെവലിൽ ഓരോ വാർഡിന്റെ തലത്തിലും എന്ത് ചെയ്യുന്നുണ്ട്, ഏരിയ ഡെവലപ്മെന്റ് സൊസൈറ്റീസ് ഉണ്ടാവും, ADS എന്ന് പറയും. അതുമായിട്ടും ബന്ധപ്പെട്ടിട്ടുണ്ട്. അതിലേക്ക് എന്ത് ചെയ്യും, ഗ്രൂപ്പുകൾ സെൻഡ് ചെയ്യും. അത് കഴിഞ്ഞ് ഈ ADS-ന്ന് CDS, കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് സൊസൈറ്റിയിലേക്ക് റെപ്രസെന്റേറ്റീവ്സിനെ സെൻഡ് ചെയ്യും. അങ്ങനെയാണ് ഒരു 3 ടയർ സ്ട്രക്ചർ ഓഫ് കുടുംബശ്രീ കംപ്ലീറ്റ് ആവുന്നത്. ഫസ്റ്റ് നെയ്ബർഹുഡ് ഗ്രൂപ്പ്സ് NHGയിലേക്ക് എന്ത് ചെയ്യും, ആളുകൾ സെലക്ട് ആവും. ദെൻ റെപ്രസെന്റേറ്റീവ്സ് ഏരിയ ഡെവലപ്മെന്റ് സൊസൈറ്റീസ് ADS-ലേക്ക് സെലക്ട് ആവും. ദെൻ ADS-ന്ന് CDS-ലേക്ക് കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് സൊസൈറ്റിയിലേക്ക് റെപ്രസെന്റേറ്റീവ്സിനെ സെലക്ട് ചെയ്യും. അങ്ങനെയാണ് ഒരു 3 ടയർ സ്ട്രക്ചർ ഓഫ് കുടുംബശ്രീ വരുന്നത്. ഇന്നിപ്പോ 2.58 lakh NHGS-ഉം അതുപോലെ ഓവർ 19,700 ADS-ഉം 1,072 CDS-ഉം ഉണ്ട് കുടുംബശ്രീക്ക്. ടോട്ടൽ കണക്കാണിത്. ഓക്കെ, അപ്പോ ഈ കുടുംബശ്രീ ആണ് എന്ത് ചെയ്യുന്നത്, വിമനെ ഗ്രാമസഭയിലേക്കൊക്കെ എത്തിക്കണം, ഗ്രാമസഭ നെറ്റ്വർക്കിലേക്കൊക്കെ എത്തിച്ചിട്ട് അവരുടെ കാര്യങ്ങൾ അവതരിപ്പിക്കാനും അതുപോലെ തന്നെ അറ്റൻഷൻ അവർക്ക് കിട്ടാനും സഹായിക്കുന്ന ഒരു വേദിയാണ് കുടുംബശ്രീ എന്നാണ് പറയുന്നത്. അതുപോലെ ഈ CDS-നും ADS-നും കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് സൊസൈറ്റിക്കും അതുപോലെ ഏരിയ ഡെവലപ്മെന്റ് സൊസൈറ്റിക്കും ഇതിൽ നല്ല വലിയ റോൾ ഉണ്ട്. അവരാണ് ഇവര് മെയിൻ ബ്ലോക്കിൽ നിന്നും അതുപോലെ ഡിസ്ട്രിക്ട് ലെവലിൽ നിന്നൊക്കെ വരുന്ന ഹെൽപ്പുകൾ അതുപോലെ സർവീസുകളൊക്കെ ഡിവൈഡ് ചെയ്ത് ഓരോ ഏരിയയിലേക്ക് കൊടുക്കുന്നത് ഈ 2 ബോഡീസിന്റെ കീഴിലാണ്. ഓക്കെ, ദെൻ അടുത്തത് റൂറൽ ഡെവലപ്മെന്റ് ഫോർ നേഷൻ ബിൽഡിംഗ്.
ഇത് ജസ്റ്റ് ഒരു എന്താണ് ഒരു ലാസ്റ്റ് കൺക്ലൂഷൻ പോലെ പറയുന്നതാണ്. Rural development is not only needed for ensuring food security, but also to boost the gross national product of the nation. Fortunately, India has plenty of natural resources, ideal labor, necessary technology, and good market both in India and abroad. Presently, the people engaged in agriculture lack motivation, organization at the grassroots level. We need to act before it is too late. അതായത് റൂറൽ ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞാൽ ഫുഡ് സെക്യൂരിറ്റി മാത്രം ഇന്ത്യയിലല്ല, എൻഷുർ ചെയ്യലല്ല, പക്ഷെ നാഷണൽ പ്രൊഡക്റ്റ്, നേഷന്റെ നാഷണൽ പ്രൊഡക്റ്റ് എന്ത് ചെയ്യണം, ബൂസ്റ്റ് ചെയ്യണം. നമ്മുടെ ഇന്ത്യയിൽ ധാരാളം എന്തുണ്ട്, നാച്ചുറൽ റിസോഴ്സസ് ഉണ്ട്, അതുപോലെ ലേബേഴ്സും ഉണ്ട്, പിന്നെ എന്താണ് ക്വാളിഫൈഡ് ആയിട്ടുള്ള ടെക്നോളജീസും മാർക്കറ്റും എല്ലാം ഉണ്ട്. ഇത് ഇന്ത്യയിലാവട്ടെ ഇന്ത്യക്ക് പുറത്തും എന്തുണ്ട്, എബ്രോഡായിട്ടും ഇന്ത്യക്ക് എന്തുണ്ട്, കണക്ഷൻസ് ഒക്കെ ഉണ്ട്. പക്ഷെ എന്താണ്, ആളുകൾ ഇപ്പൊ അഗ്രികൾച്ചറിലൊക്കെ എൻഗേജ് ആയിട്ടുള്ള ആളുകൾക്ക് ലാക്ക് ഓഫ് മോട്ടിവേഷൻ കുറവും, അതുപോലെ തന്നെ അവർക്ക് വേണ്ടത്ര സഹായം അല്ലെങ്കിൽ പരിഗണന ലഭിക്കാത്തതുകൊണ്ട് എന്താണ് ആ ഒരു മേഖലയൊക്കെ താന്നു പോകുന്ന അവസ്ഥയാണ്. അങ്ങനെ മുമ്പ് എന്ത് ചെയ്യണം, അത് അങ്ങനെ വരാതിരിക്കാൻ ശ്രദ്ധിക്കണമെന്നാണ് ഇവിടെ പറയുന്നത്. പിന്നെ ലാസ്റ്റ് ഒരു സമ്മറിയാണ്. ഇതിൽ പറയുന്നത് റൂറൽ ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, റൂറൽ ഏരിയാസിന്റെ ഓവറോൾ ഡെവലപ്മെന്റ് ആണ്. ദെൻ റൂറൽ ഡെവലപ്മെന്റ് പ്രോഗ്രാംസിൽ പ്രയോറിറ്റി കൊടുക്കുന്ന മാർജിനൈസ്ഡ്, പുവർ ആൻഡ് ഡിപ്രൈവ്ഡ് സെക്ഷൻ ഓഫ് സൊസൈറ്റിക്കാണ്. മാർജിനൈസ്ഡ്, പുവർ, ഡിപ്രൈവ്ഡ് സെക്ഷൻ ഓഫ് സൊസൈറ്റിക്കാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. പിന്നെ ഗാന്ധിജിയുടെ റൂറൽ റീകൺസ്ട്രക്ഷൻ അപ്രോച്ച് ഹോളിസ്റ്റിക്കും പീപ്പിൾ സെന്റേർഡും ആണ് നമ്മൾ പറഞ്ഞു. അത് ബേസ്ഡ് ഓൺ ട്രൂത്ത് ആൻഡ് നോൺ വയലൻസ് ആണ്. ദെൻ ഇൻഡിപെൻഡൻസിന് മുമ്പ് കുറച്ച് സോഷ്യൽ വർക്കേഴ്സ് എന്ത് ചെയ്തിട്ടുണ്ട്, കുറച്ച് പ്രോഗ്രാംസ് ഇംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ട്. അതിനാണ് സ്പോറാഡിക് അപ്രോച്ചസ് എന്ന് പറയുന്നത്. ഇനി ഇൻഡിപെൻഡന്റ് ഇന്ത്യയിൽ വന്നിരിക്കുന്ന മൾട്ടിപർപ്പസ് അപ്രോച്ചുകൾ 1952 മുതലാണ്. ദെൻ 1970 മുതൽ വൈഡ് ആൻഡ് സ്പ്രെഡ് ഓഫ് പ്രോഗ്രാംസ് ഒക്കെ നടന്നിട്ടുണ്ട്. പിന്നെ 1970യുടെ ലാസ്റ്റ്, അതുപോലെ 1980യുടെ ബിഗിനിങ് ആയപ്പോൾ എന്ത് ചെയ്തു, ഗവൺമെന്റ് ഓഫ് ഇന്ത്യ കുറെ മെഷേഴ്സ് ഒക്കെ പോവർട്ടിക്കെതിരെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി ലോഞ്ച് ചെയ്തു. അതിൽ കുറെ ട്രെയിനിങ് പ്രോഗ്രാംസും അതുപോലെ ക്രെഡിറ്റ് സബ്സിഡി സിസ്റ്റംസും ഒക്കെ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. സെൽഫ് എംപ്ലോയ്മെന്റ് സപ്പോർട്ടിങ് സ്കീംസ് ഒക്കെ ഉണ്ടായി എന്നാണ് പറയുന്നത്. ദെൻ 1999 മുതൽ പോവർട്ടി എലിവേഷൻ പ്രോഗ്രാംസ് ഒക്കെ ഇംപ്ലിമെന്റ് ചെയ്തു. പിന്നെ മെയിൻ ഇംപ്ലിമെന്റിംഗ് ഏജൻസി എന്ന് പറയുന്നത് സെൻട്രൽ ഗവൺമെന്റും സ്റ്റേറ്റ് ഗവൺമെന്റും ആണ്. പിന്നെ സ്റ്റേറ്റ് ഗവൺമെന്റ് ഏജൻസി എന്ന് പറയുന്നത് DRDA, നബാർഡ്, VOS, ബ്ലോക്ക്, പഞ്ചായത്ത് ഒക്കെയാണ്. അതല്ലാണ്ട് വർക്ക് ഏജൻസീസ്, നോൺ ഗവൺമെന്റ് ഓർഗനൈസേഷനും കോഓപ്പറേറ്റീവ് സൊസൈറ്റി ഒക്കെ ഇംപ്ലിമെന്റഡ് പ്രോഗ്രാംസിന് എന്ത് ചെയ്യുന്നുണ്ട്, പ്രോഗ്രാംസ് ഇംപ്ലിമെന്റ് ചെയ്യാൻ വേണ്ടി സഹായിക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ റൂറൽ ഡെവലപ്മെന്റിന്റെ പേപ്പർ കംപ്ലീറ്റ് ആയിക്കാണ്. 6 ക്ലാസ് ആണ് ഇതിനുള്ളത്. ഇതിലിപ്പോ നമ്മൾ മൊത്തത്തില് റൂറൽ ഡെവലപ്മെന്റ് എന്തിനാണ്, അതുപോലെ തന്നെ അതിന്റെ ബേസിക് എലമെന്റ്സ്, ഫോക്കസ്, ഡയമെൻഷൻസ് പറഞ്ഞു. ദെൻ ബിഫോർ ഇൻഡിപെൻഡൻസ് ഉള്ള അപ്രോച്ചസ് പറഞ്ഞു. ദെൻ ഇൻഡിപെൻഡന്റ് ഇന്ത്യയിൽ ഇംപ്ലിമെന്റ് ചെയ്ത അപ്രോച്ചസ് പറഞ്ഞു. ദെൻ ഗവൺമെന്റ് ആയിട്ട് ഇംപ്ലിമെന്റ് ചെയ്ത അപ്രോച്ചസ് പറഞ്ഞു. ദെൻ അതിനെ ഹെൽപ്പ് ചെയ്യുന്ന ഇംപ്ലിമെന്റിംഗ് ഏജൻസീസിനെയൊക്കെ പറഞ്ഞു. ഇതിന്റെ ഇയർ ഒക്കെ എല്ലാവരും നോട്ട് ചെയ്യുക, ഇയറുകൾ നോട്ട് ചെയ്യുക. അതുപോലെ മെയിൻ ആയിട്ട് പഠിക്കേണ്ട വിഷനുകളൊക്കെ നോട്ട് ചെയ്യുക. ഓക്കെ, അപ്പൊ അത്രേ ഉള്ളൂ. താങ്ക് യു.